ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രഥമ ഇന്ത്യ ഗൾഫ് സഹകരണ കൌൺസിൽ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് റിയാദിൽ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ 54ാമത് GST കൌൺസിൽ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ഭൂമി കയ്യേറ്റം സംബന്ധിച്ച നിവേദനം നൽകാൻ പാലക്കാട് അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിൽ നിന്നുള്ള സംഘം ഇന്ന് മുഖ്യമന്ത്രിയെ സന്ദർശിക്കും. വിയറ്റ്നാമിൽ നാശം വിതച്ച് യാഗി ചുഴലിക്കാറ്റ്. 14 പേർക്ക് ജീവഹാനി. 3000-ലധികം കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം. പാരീസ് പാരാലിമ്പിക്സിന് സമാപനം. ചരിത്രത്തിലെ ഏറ്റവും മികച്ച മെഡൽ നേട്ടവുമായി ഇന്ത്യ. US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം യാനിക് സിന്നറിന്. വാർത്തകൾ വിശദമായി. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം ചർച്ചയാകും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിക്കുന്ന അദ്ദേഹം രാജ്ഘട്ടിൽ മഹാത്മാഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്നലെ ഇന്ത്യയിലെത്തിയ അബുദാബി കിരീടാവകാശിക്ക് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിൽ ഊഷ്മള സ്വീകരണമാണ് നൽകിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് സൗദി അറേബ്യയിലെ റിയാദിൽ നടക്കുന്ന പ്രഥമ ഇന്ത്യ ഗൾഫ് സഹകരണ കൌൺസിൽ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. ഗൾഫ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെടുത്തുകയാണ് യോഗം ലക്ഷ്യമിടുന്നത്. GCC അംഗരാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർന്ന് 2 ദിവസത്തെ സന്ദർശനത്തിനായി അദ്ദേഹം നാളെ ജർമ്മനിയിലെത്തും. ഈ മാസം 12 മുതൽ വിദേശകാര്യമന്ത്രി സ്വിറ്റ്സർലൻഡ് സന്ദർശിക്കും. ഇന്നലെ സൗദി അറേബ്യയിലെത്തിയ ശ്രീ ജയശങ്കർ റിയാദിലെ പ്രധാന സാംസ്കാരിക കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ 54ാമത് GST കൌൺസിൽ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ഈ വർഷം ജൂണിൽ നടന്ന GST കൌൺസിൽ യോഗത്തിൽ എല്ലാ സ്റ്റീൽ, ഇരുമ്പ്, അലുമിനിയം, പാൽ ക്യാനുകൾക്കും 12% GST ഏകീകൃത നിരക്ക് ശുപാർശ ചെയ്തിരുന്നു. പ്ലാറ്റ്ഫോം ടിക്കറ്റ്, ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന കാർ സേവനങ്ങൾ, കാത്തിരിപ്പ് മുറികളുടെ സൗകര്യം എന്നിവയുൾപ്പെടെ സാധാരണക്കാർക്ക് ഇന്ത്യൻ റെയിൽവേ നൽകുന്ന സേവനങ്ങളെ GSTയിൽ നിന്നും ഒഴിവാക്കണമെന്നും ശുപാർശ നൽകിയിട്ടുണ്ട്. കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ 2 ദിവസത്തെ ദേശീയ അവലോകന സമ്മേളനം ചിന്തൻ ശിവിറിന് ഉത്തർപ്രദേശിലെ ആഗ്രയിൽ ഇന്ന് തുടക്കം. രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള വിവിധ സാമൂഹിക ക്ഷേമ പദ്ധതികളുടെയും നയങ്ങളുടെയും പുരോഗതി സമ്മേളനം അവലോകനം ചെയ്യും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സാമൂഹിക നീതി, സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും പ്രതിരോധ, വിദേശകാര്യ, ആഭ്യന്തര മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന അവലോകന യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. 3 സേനകളിലെയും ഉന്നത നേതൃത്വം 5 ദിവസത്തെ വികസന നവീകരണ പരിപാടിയിൽ പങ്കെടുക്കും. തന്ത്രപരമായ ആസൂത്രണം, ഭാവിയിലെ വെല്ലുവിളികൾ, സംഘർഷങ്ങൾ എന്നിവ കൃത്യമായി മുൻകൂട്ടി കാണുകയും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ഓൺലൈൻ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള ഇടപെടലിൽ കേരള പോലീസിന് കേന്ദ്ര അംഗീകാരം. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ആദ്യ സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച പുരസ്കാരമാണ് കേരളം സ്വന്തമാക്കിയത്. നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായിൽ നിന്നും സംസ്ഥാന പോലീസ് മേധാവി പുരസ്കാരം ഏറ്റുവാങ്ങും. ഇന്ത്യയുടെ സംസ്കാരവും പൈതൃകവും കാത്തുസൂക്ഷിക്കാൻ കുട്ടികളെ മാതൃഭാഷ നിർബന്ധമായും പഠിപ്പിക്കണമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ലോകത്തിലെ മറ്റൊരു രാജ്യത്തും ഇന്ത്യയിൽ ഉള്ളിടത്തോളം ഭാഷകളില്ലെന്നും മറ്റൊരു വിദേശ ഭാഷയ്ക്കും വ്യത്യസ്തമായ വ്യാകരണങ്ങളില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുംബൈ സമാചാർ പത്രത്തിന്റെ ഡോക്യുമെന്ററി പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. രാജ്യത്ത് രാഷ്ട്രീയ പോഷൻ മാസാചരണത്തിന്റെ ഭാഗമായുള്ള പരിപാടികൾ പുരോഗമിക്കുന്നു. ഇതുവരെ 1,79,00,000 പരിപാടികളാണ് സംഘടിപ്പിച്ചത്. വിളർച്ച, വളർച്ചാ നിരീക്ഷണം, പോഷണത്തോടൊപ്പം പഠനം എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. ഏക് പേഡ് മാ കെ നാം പദ്ധതിയുടെ ഭാഗമായി 13.95 ലക്ഷം അങ്കണവാടികളിൽ വൃക്ഷത്തൈ നട്ടുവളർത്തുന്ന പരിപാടിയിലൂടെ പാരിസ്ഥിതിക സുസ്ഥിരതയ്ക്കും പ്രചാരണം ലക്ഷ്യമിടുന്നുണ്ട്. സെപ്റ്റംബർ 1 ആരംഭിച്ച പ്രചാരണം ഈ മാസം 30 വരെ തുടരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. പാലക്കാട് അട്ടപ്പാടിയിലെ വിവിധ ആദിവാസി ഊരുകളിൽ നിന്നുള്ള 50 പേരടങ്ങുന്ന സംഘം ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണും. അട്ടപ്പാടിയിലെ വ്യാപക ആദിവാസി ഭൂമി കൈയേറ്റം സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകും. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലും പരാതിയുടെ പകർപ്പ് നൽകും. DGPയെയും സംഘം ഇന്ന് കാണുന്നുണ്ട്. സൌജന്യ ഓണക്കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത് മന്ത്രി GR അനിൽ നിർവഹിക്കും. സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴി ഇന്നു മുതൽ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും. 6 ലക്ഷത്തോളം വരുന്ന മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും വയനാട് ഉരുൾപൊട്ടൽ ബാധിത മേഖലയിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഓണക്കിറ്റ് ലഭിക്കും. തിരുവനന്തപുരം നഗരത്തിലേക്കുള്ള കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു. റെയിൽപാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി നഗരത്തിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്ന പ്രധാന പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തിയെ തുടർന്നാണ് ജലവിതരണം മുടങ്ങിയത്. അപ്രതീക്ഷിത തടസ്സങ്ങൾ ഉണ്ടായതാണ് പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിൽ കാലതാമസം സംഭവിക്കാൻ കാരണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ജലവിതരണം മുടങ്ങിയതിനെ തുടർന്ന് നഗരസഭാ പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു. വിയറ്റ്നാമിൽ കഴിഞ്ഞ ദിവസം വീശിയടിച്ച യാഗി ചുഴലിക്കാറ്റിൽ 14 പേർക്ക് ജീവഹാനി, 176 പേർക്ക് പരിക്കേറ്റു. ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറഞ്ഞെങ്കിലും വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന് വിയറ്റ്നാമിലെ കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകി. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ചുഴലിക്കാറ്റിനെ തുടർന്ന് 3300ഓളം കെട്ടിടങ്ങൾക്കും 1.2 ലക്ഷം ഹെക്ടർ കൃഷിക്കും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. പാരീസ് പാരാലിമ്പിക്സിന് കൊടിയിറങ്ങി. ചരിത്രത്തിലെ ഏറ്റവും മികച്ച മെഡൽ നേട്ടവുമായാണ് ഇത്തവണ ഇന്ത്യൻ സംഘത്തിന്റെ മടക്കം. ഒരു റിപ്പോർട്ട്. പാരീസ് പാരാലിമ്പിക്സിൽ 7 സ്വർണവും 9 വെള്ളിയും 13 വെങ്കലവുമായി ആകെ 29 മെഡലുകൾ സ്വന്തമാക്കി ഇന്ത്യ 18ാം സ്ഥാനത്തെത്തി. ടോക്കിയോ പാരാലിമ്പിക്സിൽ ഇന്ത്യ 24ാം സ്ഥാനത്തായിരുന്നു. സ്വർണ്ണ മെഡൽ നേട്ടത്തിലും പാരീസിൽ ഇന്ത്യൻ താരങ്ങൾ ചരിത്രം കുറിച്ചു. പാരാലിമ്പിക്സിൽ രാജ്യത്തിന്റെ അഭിമാനമുയർത്തിയ ഇന്ത്യൻ സംഘത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. പാരാലിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ സ്വർണ്ണ മെഡൽ ജേതാവായ ഹർവിന്ദർ സിംഗ്, സ്പ്രിന്റർ പ്രീതി പാൽ എന്നിവർ ഇന്ത്യൻ പതാകയേന്തി. വർണ്ണ പകിട്ടാർന്ന സമാപന ചടങ്ങുകളോടെയായിരുന്നു 12 ദിവസത്തെ പാരാലിമ്പിക്സിന് സമാപനമായത്. ചൈന 94 സ്വർണമടക്കം 220 മെഡലുകളുമായി 1ാം സ്ഥാനം നിലനിർത്തി. 49 സ്വർണം ഉൾപ്പെടെ 124 മെഡലുമായി ബ്രിട്ടൻ 2ാമതായി. 36 സ്വർണമടക്കം 105 മെഡലുമായി അമേരിക്ക 3ാമതാണ്. 2028 യുഎസിലെ ലോസ് ആഞ്ചൽസ് അടുത്ത ഗെയിംസിന് വേദിയാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റാലിയൻ താരം യാനിക് സിന്നറിന്. ഇന്നലെ നടന്ന ഫൈനലിൽ യുഎസിന്റെ ടെയ്ലർ ഫിറ്റ്സിനെ പരാജയപ്പെടുത്തിയാണ് സിന്നർ കിരീടം സ്വന്തമാക്കിയത്. വനിതാ സിംഗിൾസ് കിരീടം ബെലാറസ് താരം അരീന സബലങ്ക നേരത്തെ കരസ്ഥമാക്കിയിരുന്നു. ഏഷ്യ കപ്പ് ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ജപ്പാനുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ആതിഥേയരായ ചൈനയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. സുഖ്ജീത് സിംഗ്, ഉത്തം സിംഗ്, അഭിഷേക് എന്നിവരാണ് ഇന്ത്യയ്ക്കായി സ്കോർ ചെയ്തത്. ആദ്യ ഏഷ്യൻ സ്കൂൾ ഗേൾ ചാമ്പ്യനായി ഇന്ത്യൻ ബോക്സർ ദീപാലി ഥാപ്പ. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ 7 വനിതാ കിരീടങ്ങളാണ് ഇന്ത്യ ഇത്തവണ നേടിയത്. UAEയിൽ ഇന്നലെ നടന്ന 33 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ യുക്രൈൻ താരത്തെയാണ് ഥാപ്പ പരാജയപ്പെടുത്തിയത്. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. KL രാഹുലും ഋഷഭ് പന്തും ടീമിൽ തിരിച്ചെത്തും. സെപ്റ്റംബർ 19 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് 2 മത്സരങ്ങളുള്ള പരമ്പരയ്ക്ക് തുടക്കമാകുക. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ അബുദാബി കിരീടാവകാശി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രഥമ ഇന്ത്യ ഗൾഫ് സഹകരണ കൌൺസിൽ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് റിയാദിൽ. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പങ്കെടുക്കും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ 54ാമത് GST കൌൺസിൽ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ഭൂമി കൈയേറ്റം സംബന്ധിച്ച നിവേദനം നൽകാൻ പാലക്കാട് അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിൽ നിന്നുള്ള സംഘം ഇന്ന് മുഖ്യമന്ത്രിയെ സന്ദർശിക്കും. വിയറ്റ്നാമിൽ നാശം വിതച്ച് യാഗി ചുഴലിക്കാറ്റ്, 14 പേർക്ക് ജീവഹാനി, 3000-ലധികം കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം. പാരീസ് പാരാലിമ്പിക്സിന് സമാപനം. ചരിത്രത്തിലെ ഏറ്റവും മികച്ച മെഡൽ നേട്ടവുമായി ഇന്ത്യ. US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം യാനിക് സിന്നറിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.